പ്രീത ഒന്ന് നിന്നേ. എല്ലാവരും ഇങ്ങോട്ടും ശ്രദ്ധിച്ചേ. ഇനി പ്രീതയുടെയും പൃഥ്വിന്റെയും ചെറിയൊരു ഡാൻസ് അത്യാവശ്യമാണല്ലേ? കാരണം ഇന്ന് ഇവരുടെ വിശേഷ ദിവസമാണല്ലോ. നോക്കിയേ, അവൾക്ക് നാണം വന്നു. അതെ, ഫംഗ്ഷനിൽ ബിസി ആയിരുന്നോ? പെട്ടെന്ന് കഴിയും, ഉടൻ തന്നെ കാണാം. ശരി, അവിടെയെല്ലാം ഓക്കെ ആണല്ലോ? ഓക്കെ ഓക്കെ, ഗുഡ്. എന്തു പറ്റി? എല്ലാവരെയും ഒളിച്ച് അവളോട് സംസാരിക്കായിരുന്നല്ലേ? അവളോ? ഏവൻ? ഓ ദൈവമേ, ദിസ് ഇസ് ടു മച്ച്, ദിസ് ഇസ് ടു മച്ച്. നീ എന്നോട് ഇത്രയും വലിയ കാര്യം ഒളിക്കുകയല്ലേ? നീ എന്തിനാ എന്നോട് എല്ലാം ഒളിച്ചു വെക്കുന്നത്? അത് ശരി, സൃഷ്ടിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വേണമെങ്കിൽ എന്റെ ഫോൺ നോക്കിക്കോ, ഞാൻ സൃഷ്ടിയോടല്ല സംസാരിച്ചത്. എന്താ, എന്തു പറ്റി? നോക്ക്, കള്ളത്തരമൊക്കെ കൈയോടെ പിടിച്ചില്ലേ? ഞാനല്ലേ പറഞ്ഞത് നീ സൃഷ്ടിയോടാണ് സംസാരിക്കുന്നതെന്ന്, അല്ലേ? ഒടുവിൽ സത്യം നിന്റെ വായിലൂടെ തന്നെ പുറത്തു വന്നല്ലോ, പുറത്തു വന്നു. അതെങ്ങനെയാ മോനെ? പൂച്ച കണ്ണു അടച്ച് പാല് കുടിക്കുമ്പോ അതിന്റെ വിചാരം അതിനെ ആരും കാണുന്നില്ലെന്നാ. പക്ഷേ എല്ലാവരും കാണും, എല്ലാവരും കാണും. അതുപോലെ തന്നെയാ യൗവനത്തിലെ പ്രണയം. ആരും കാണുന്നില്ലെന്ന എല്ലാവരുടെയും വിചാരം, പക്ഷേ എല്ലാവരും അത് കാണുന്നുണ്ട്. എല്ലാവരും കാണും, ഉറപ്പായിട്ട് കാണും. എങ്ങനെയാണെന്നോ, ഞാൻ നിന്നെയും സൃഷ്ടിയെയും ഒരുമിച്ച് കണ്ടില്ലേ? അപ്പോ നിന്റെ കണ്ണുകളിലുണ്ടല്ലോ സൃഷ്ടിയോടുള്ള പ്രണയം വഴിഞ്ഞൊഴുകുകയായിരുന്നു. അങ്ങനെ എനിക്ക് മനസ്സിലായത്. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായി മോനെ, ഒരുപാട് സന്തോഷമായി. ജീവിതത്തിലെ ആദ്യത്തെ പ്രണയമോ? ഇളയമ്മേ, നിങ്ങൾ ഒരുപാട് സിനിമ കാണുന്നുണ്ട്, അതൊന്ന് കുറയ്ക്കണം കേട്ടോ. ഓ എടാ മണ്ട, ഞാൻ സിനിമയുടെ കാര്യമാണോ പറഞ്ഞത്? എന്റെ മുന്നിൽ നടക്കുന്നത് ഒറിജിനൽ ലവ് സ്റ്റോറി അല്ലേ? ഞാൻ അതൊക്കെ കണ്ട് അതിലങ്ങനെ നീന്തി നടക്കുകയായിരുന്നു, നീന്തി തുടിക്കുകയായിരുന്നു. ഇളയമ്മ, അങ്ങനെയൊന്നും ഇല്ല. ഇല്ലേ? ഇല്ല. അപ്പോ നീ സൃഷ്ടിയെ വെറുക്കുന്നുണ്ടല്ലേ? ഇല്ല, എനിക്ക് വെറുപ്പൊന്നുമില്ല. അവള് നല്ല പെൺകുട്ടിയാ. അത്രേ ഉള്ളൂ? നല്ല കുട്ടി അതോ വളരെ നല്ല കുട്ടിയോ? ഇല്ല ഇല്ല, വെറും നല്ല കുട്ടി. ഓ എനിക്ക് വയ്യ, ഞാൻ എത്ര സന്തോഷത്തിലാ. എനിക്കിതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അറിയുമോ നിനക്ക്, നിന്റെയും സൃഷ്ടിയുടെയും ഉത്തരങ്ങൾ തമ്മിൽ എന്ത് ചേർച്ചയാണെന്നോ? അതുപോലെ നിങ്ങളുടെ ജാതകങ്ങൾ തമ്മിൽ ഉറപ്പായിട്ടും ചേരും, ഉറപ്പായിട്ടും ചേരും പോനെ. ഈ ലവ് സ്റ്റോറിയുടെ ക്ലൈമാക്സ് ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാക്കും. ഡോണ്ട് വറി, ബി ഹാപ്പി. നീ വീണ്ടും ഫോൺ വിളിക്ക്, അവളെ വിളിക്ക്. ഹലോ. ഈ പറഞ്ഞിട്ട് പോയതിനൊക്കെ എന്താ അർത്ഥം?
കിരൺ, എന്തുപറ്റി? എന്നോട് നീ വിളിച്ചത്? കിരൺ എന്ന പേരിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? എനിക്കെങ്ങനെ അറിയാനാ? നിന്നെ തന്നെയാ വിളിച്ചത്. എന്താ പ്രശ്നം? നീ എന്താ ഇത്ര അപ്സെറ്റ് ആയിരിക്കുന്നേ? അതും എന്നോട് എന്താണെന്ന് പറഞ്ഞൂടെ നിനക്ക്? അയ്യോ, എന്റെ ലൈഫിലെ മുഴുവൻ പ്രശ്നം ഇങ്ങനെ ജീവനോട് എന്റെ കൺമുന്നിൽ നിൽക്കുന്നേ. നീ കാരണം എനിക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എന്റെ തല ചൂട് പിടിക്കുന്നത് നീ കാരണമാണ്. എന്നിട്ട് ചോദിക്കുക എന്ത് പറ്റിയെന്ന്. ഒരു മിനിറ്റ്, എന്തായിരുന്നു അത്? അവിടെ എന്താടി നടന്നത്? എന്താ അവിടെ എന്തായിരുന്നു? എവിടെ എന്താണെന്നോ? അവിടെ ഉരസിയുള്ള നിന്റെ നൃത്തമുണ്ടല്ലോ, ആ പൃഥ്വിയാണെങ്കിൽ നാണമില്ലാത്തവനാ. നിന്നെ പിടിച്ച് ഡാൻസ് ചെയ്ത് നീ അതിനായിട്ട് നിന്നു കൊടുക്കുകയും ചെയ്യാം. വാവോ, അയാൾ എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളാണ്. അയാൾക്ക് എന്നെ തൊടാനുള്ള പൂർണ്ണ അധികാരമില്ലേ? ആർക്കും തടയാനാവില്ല. നിനക്കും പറ്റില്ല. ഇനി ഈ ബന്ധം ഉറപ്പിച്ചാൽ പിന്നെ കാര്യങ്ങൾ ബുദ്ധിമുട്ടാകും. എനിക്ക് പ്രീതയോട് എല്ലാം തുറന്നു പറയണം. നീ ഡിസ്കസ്റ്റിംഗ്. ഓ ഗോഡ്. എനിവേസ്, പോയി എനിക്ക് ജ്യൂസ് കൊണ്ടുപോവാ വേഗം. വെയിറ്റ്, ഇവർക്ക് ജ്യൂസ് കൊടുത്തേ. ഹലോ, പിള്ളേരൊക്കെ ഞാനും കാണുന്നുണ്ട്. ഞാൻ നിന്നോടാ പറഞ്ഞു എനിക്ക് ജ്യൂസ് കൊണ്ടുവരാൻ. പോയി കൊണ്ടുവാ. താങ്കൾക്ക് ഞാൻ ജ്യൂസ് കൊണ്ടുവരണമെന്നല്ലേ ആഗ്രഹം? എങ്കിലും ഒരു 5 മിനിറ്റ് തരും. ഞാൻ എനിക്ക് നേരത്തെ അറിയാം, നന്നായി അറിയാം. നിന്നെ പോലുള്ള മിഡിൽ ക്ലാസ് ആളുകൾക്ക് ഞങ്ങളെ പോലുള്ള ഹൈ ക്ലാസ്സുകാർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. എന്തൊരു വൃത്തികെട്ട അറേഞ്ച്മെന്റ്. മോശം അറേഞ്ച്മെന്റ് ആണെന്നോ? ഇത് ഫസ്റ്റ് ക്ലാസ് അറേഞ്ച്മെന്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടമായി. നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെടാത്തെ? റിയലി? ഒന്നാമത് അറേഞ്ച്മെന്റ് മഹാമോശം. അതൊന്നും പോരാത്തതിന് നീ എന്നോട് തർക്കത്തിനും പറയുന്നോടി. ഹൗ ഡെയർ യു? ശരി, ഞാൻ നിങ്ങൾ പറയുന്ന ജോലി ചെയ്യാം. പറയൂ. ബെറ്റർ. ശരി, ഇത് പറയൂ. ഫുഡ് കോർട്ട് എവിടെയാ? ബുഫേ എവിടെയാന്ന്? ലൈഫിൽ ഞാൻ ഇത്ര ഇറിറ്റേറ്റഡ് ആയത് ഇന്നാടി. ഇന്ന് ആലോചിക്കായിരുന്നു നീ എത്ര ഇഡിയറ്റ് ആണെന്ന്. പിന്നെ ഞാൻ അത്ര മണ്ടനൊന്നുമല്ല നിന്നെ കെയർ ചെയ്യാനായിട്ടാ. എന്താ നീ പറഞ്ഞത്? അത് പിന്നെ അത് ഞാൻ ആക്ച്വലി നോക്ക്, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നീ എന്റെ അച്ഛമ്മയുടെ ഫിസിയോ അല്ലേ? ഞാൻ എന്റെ അച്ഛമ്മയും കെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിന്നെയും കെയർ ചെയ്യുന്നു. നീ സേഫ് ആയിരിക്കാൻ വേണ്ടി. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതെന്റെ അച്ഛമ്മയെ ഉറപ്പായിട്ടും ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കെയർ ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ? നിനക്ക് ഞാൻ പറയുന്ന ഒരു കാര്യം മനസ്സിലാകുന്നില്ലേ? മനസ്സിലായി. വീട്ടിൽ പിള്ളേർ ഇംഗ്ലീഷ് പറയുമ്പോ മനസ്സിലാകാറുണ്ട്, പക്ഷെ പറയാൻ അറിയില്ല. നിങ്ങൾ ചോദിച്ചത് ഭക്ഷണം റെഡിയായോ ഇല്ലേ എന്നല്ലേ? 5 മിനിറ്റിലേക്ക് റെഡിയാകും. മതിയോ? 5 മിനിറ്റ്? ഇതുവരെ ആഹാരം റെഡിയായില്ലേ? ഇത്രയും ലേറ്റ് ആയിട്ടോ? ലേറ്റ് ആയില്ലല്ലോ. ഓഹോ, അപ്പൊ നീ എനിക്ക് പറഞ്ഞു തരൂ ഞാൻ എപ്പോ ആഹാരം കഴിക്കണോന്ന്. റൈറ്റ്? ഐ കാന്റ് ബിലീവ് ദിസ്. ഐ ജസ്റ്റ് കാന്റ് ബിലീവ് ദിസ്. എന്റെ പൊന്നു മേഡം, എന്നോട് ക്ഷമിച്ചേക്ക്. എനിക്ക് വളരെ അത്യാവശ്യമുള്ള ജോലിയുണ്ട്. ഞാൻ പോകുന്ന എന്റെ പക്കൽ സമയമില്ല. വാട്ട്? ഒരു വേലക്കാരി എന്നോട് ഇത്ര മോശമായിട്ട് സംസാരിക്കുന്നു. ഒരു മിനിറ്റ്, നിനക്ക് എന്താടി തോന്നിയത്? എന്തിനാ ഞാൻ നിന്നെ കെയർ ചെയ്യുന്നത്? എനിക്കങ്ങനെ തോന്നി. ഫ്രണ്ട്സ് ആവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു ഫ്രണ്ടും മറ്റൊരു ഫ്രണ്ടിനെ കെയർ ചെയ്യാറില്ലേ? എനിക്കങ്ങനെയൊക്കെ തോന്നി. ഫ്രണ്ട്ഷിപ്പിൽ കെയർ ചെയ്യും അല്ലേ? ഫ്രണ്ട്ഷിപ്പിൽ പരസ്പര ബഹുമാനം വേണം. പിന്നെ ഒരാൾ പറയുന്നത് മറ്റൊരാൾ ഉറപ്പായിട്ടും കേൾക്കുകയും വേണം. പക്ഷെ നീ ഒരിക്കലും അങ്ങനെയൊന്നും അല്ലടി. നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുമായിരുന്നു. നീ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നെങ്കിൽ നീ അതിന് കാര്യം പറയുന്നത് എങ്ങനെയാ? അത് മനസ്സിലാക്കാൻ തന്നെ പാടാണ്. അതെന്താന്ന് വെച്ചാ നീ വാലും തുമ്പില്ലാതെ ഓരോ തീരുമാനം എടുക്കുന്നത്. നീ പറയുന്ന കാര്യം കേൾക്കുന്നവർക്ക് തലച്ചോറ ഉണ്ടാവരുത്. നീ തലച്ചോറിന്റെ കാര്യം പറയാം. പക്ഷെ നീ നിന്റെ ഉള്ളിൽ ഇത്തിരിയെങ്കിലും ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയേനെ. ഓ ഗോഡ്, ഞാൻ എന്തൊരു മണ്ടനാ. നിന്നെ പോലൊരു വൃത്തികെട്ടവർക്ക് വേണ്ടി സമയം വെറുതെ വേസ്റ്റ് ആക്കി കളഞ്ഞു. എന്റെ കൈവിടെ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യുമെന്നോ? എല്ലാവരുടെ മുന്നിൽ കൂടെ നിന്നെ ഞാൻ എടുത്തോണ്ട് പോകും. അതോടെ നിന്റെ എൻഗേജ്മെന്റ് മുടങ്ങിപ്പോകും. മനസ്സിലായോടി? പ്രീത മോളെ, ഒന്നിങ്ങ് വന്നേ. എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് വാ. ഒരു മിനിറ്റ്, ഞാനിപ്പോ മോളെ. ഒരു മിനിറ്റ് ജാനകി ചേച്ചി, ഞാൻ ഇപ്പൊ വരാം. അവളുടെ കൈ വിട്ടേക്ക്. ഇവൾക്ക് ഇപ്പൊ പൃഥ്വി അല്ലാതെ മറ്റാരും പിടിക്കുന്ന ഇഷ്ടമാവില്ല. ശരിക്കും നിന്റെ പ്രോബ്ലം എന്താ? നീ ആടി. പ്രീത, ഞാൻ പറയണ കേക്ക് മോളെ.
ഇവനിത് എന്തൊക്കെയാ പറയുന്നത്? മെന്റൽ ഇവൻ 1 നമ്പർ മെന്റൽ, എന്നിട്ടാ എന്നെ മെന്റൽ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇവൻ എന്താ എന്നോട് പറഞ്ഞിട്ട് പോയെ? അതെ ശരിയാ, ഞാനും ഇതാ പറയണേ. ശരി ആന്റി, ആന്റി എന്താണെന്ന് വെച്ചാ പറഞ്ഞു. ഇന്ന് എന്റെ നിശ്ചയമല്ലേ, നമ്മുടെ ഫാമിലിയെ സംബന്ധിച്ച് വലിയൊരു ദിവസമല്ലേ, എനിക്ക് സന്തോഷമായിട്ടിരിക്കാനുള്ള അവകാശമില്ലേ? പക്ഷെ ഈ ദിവസം എന്നോട് ഇങ്ങനെയൊക്കെ പറയണോ ആന്റി? ആന്റി പറയുന്ന പോലുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവോ? ഇതുപോലുള്ള സുഹൃത്തുക്കള് നല്ലൊരു സുഹൃത്താണെങ്കിൽ ആ സുഹൃത്തിന്റെ സന്തോഷത്തില് പങ്കാളിയാവില്ലേ? അതിൽ സന്തോഷിക്കില്ലേ? ഇവിടെ സുഹൃത്തിന്റെ മൂഡ് നശിപ്പിക്കാൻ വായി വരുന്നത് പറഞ്ഞിട്ട് പോവാ. ഞാൻ പറഞ്ഞോട്ട് നീ ഒന്ന് കേൾക്ക്. ആന്റി ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ എന്താ ചെയ്തേ? എല്ലാവരും ഡാൻസ് കളിക്കായിരുന്നു, ഞാനും ഡാൻസ് കളിച്ചു. എല്ലാവരുടെ മുന്നിൽ വെച്ചാ കളിച്ചത്. അതിൽ ഇത്ര മോശം വിചാരിക്കേണ്ട കാര്യം എന്താ? അത് കാരണം അവൻ എന്നെ ഓരോന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോയത്. എനിക്ക് തോന്നുന്നില്ല ഇവൻ രോഹിത് സാറിന്റെ അനിയനാന്ന്. മിണ്ടരുത് നീ. കിരൺ പറഞ്ഞത് വളരെ ശരിയാ. ഞാൻ നിന്നോട് എത്ര നേരമായി ഒരു കാര്യം പറയാൻ നോക്കുന്നു, പക്ഷെ നീ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ വളരെ നല്ല കാര്യം. ആന്റി അവന്റെ സൈഡ് പിടിച്ചോ. എനിക്ക് ആരോടും ഒന്നും പറയാനില്ല. പ്രീത, എന്റെ ദൈവമേ, ഇവള് ഞാൻ പറഞ്ഞത് കേൾക്കാൻ പോലും നിന്നില്ല. ഇനി എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യും? ഹേ പ്രീത, ചുമ്മാ കയറി പണി വാങ്ങിക്കില്ലേ നീ? നീ ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. ഇവള് ഭയങ്കര കളിയും ചിരിയാണല്ലോ. നിനക്കുള്ള ഡോസ് ഇപ്പൊ തരാം ഞാൻ. കണ്ടോ എന്താ നടക്കുന്നേന്ന്? പിന്നെ അത്രയും ദൂരം പോകാനുള്ളതല്ലേ, വല്ലാതെ വൈകി. ഹായ്, ഹൗ ആർ യു ഓൾ? നിങ്ങൾക്കൊക്കെ ഈ എൻഗേജ്മെന്റ് ചടങ്ങ് ഇഷ്ടപ്പെട്ടോ? ഐ മീൻ, എനിക്ക് ഈ അറേഞ്ച്മെന്റ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഐ മീൻ ഇറ്റ് ഈസ് ബാഡ്ലി ഓർഗനൈസ്ഡ്. ഐ മീൻ കണ്ടില്ലേ, എവറിത്തിങ് ഈസ് ജസ്റ്റ് ചീപ്പ് ഔട്ട് ഹിയർ ആൻഡ് ഓ കവിത, നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞേ? അങ്ങനെ എന്ത് തെറ്റും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്? തെറ്റോ? അതെ, നിങ്ങളുടെ ആ ഒരു ജോലിക്കാരി ഉണ്ടല്ലോ, അവളുടെ പേരെന്താ? ജാനകി. റൈറ്റ്. അവൾ ഇവിടെ ഇപ്പോ എന്നെ അപമാനിച്ചു. ഞാൻ എന്താ ചോദിച്ചേ? സ്നേഹത്തോടെ ഒരു ഗ്ലാസ് ജ്യൂസ് ചോദിച്ചു. പക്ഷെ അവള് തരാൻ കൂട്ടാക്കിയില്ല, നിഷേധിക്കില്ലല്ല, ആറ്റിറ്റ്യൂഡ് കാണിച്ചിട്ട് പോയി. ഹൗ ഡെയർ ഷീ! ഐ എം സോറി ടു സേ. ഇവരുണ്ടല്ലോ, ഈ സരള, ഇവർ ഓർഗനൈസ് ചെയ്യുന്ന എല്ലാ ഫംഗ്ഷനുകളും പാർട്ടികളും ഉണ്ടല്ലോ, ഭയങ്കര ബാഡ്ലി ഓർഗനൈസ്ഡ് ആയിരിക്കും. ഞാൻ 2ാമത്തെ ഫംഗ്ഷൻ ഇവിടെ അറ്റൻഡ് ചെയ്യുന്നത് ആൻഡ് ഐ ആം സോ ഡിസപ്പോയിന്റഡ്. ഇവിടെ ഗസ്റ്റുകളോട് യാതൊരു മര്യാദയും കാണിക്കില്ല, പകരം അപമാനിക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സെർവൻസിന് ഇത്രയും പോലും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ലേ? ഗസ്റ്റിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന്? ഐ മീൻ ദിസ് ഇസ് റിഡിക്കുലസ്. ഞാൻ ഈ ജാനകി എന്താ ചെയ്യണ്ടേ, എവിടെ എപ്പോ എന്താ പറയണ്ടെന്ന് ഇവക്കൊരു ബോധവുമില്ല. കവിത, ഞാൻ നിങ്ങളോട് തൊഴുതോണ്ട് മാപ്പ് ചോദിക്കുക. നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഒരു മിനിറ്റ്. ഒരാവശ്യമില്ല. മാത്രല്ല നിങ്ങളുടെ കുടുംബത്തിൽ ആരുടെ സ്വഭാവം മാറാനേ പോകുന്നില്ല. ഞാനെന്താ ചോദിച്ചേ? എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് ഭക്ഷണം വേണം, അതെവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന്. അത്രേ ഉള്ളൂ. അപ്പോഴേക്കും തുടങ്ങിയില്ലേ? സമയമായില്ല പോലും. എങ്ങനെയാ പറയണ്ടേ? ഒന്ന് നിൽക്കൂ, ഭക്ഷണം വിളമ്പിക്കോട്ടെ എന്നല്ലേ? ഇതില് നല്ല സർവീസ് നിങ്ങൾ ഇനി പ്രതീക്ഷിക്കുന്നേയില്ല. ഞാൻ വിശന്നിരിക്കുന്ന അഭേദം. ഇല്ല, എന്താ എങ്ങനെ സംസാരിക്കുന്നത്? ഞങ്ങളുടെ വീട്ടിലെ ഫംഗ്ഷൻ അല്ലേ, നിങ്ങൾ എന്തിനാ എങ്ങനെ വിശന്നിരിക്കുന്നത്? അത് മാത്രമല്ല, ഭക്ഷണവും റെഡിയാണ്. അപ്പു തന്നെയാണ് വന്ന് പറഞ്ഞത് ബുഫേ വെക്കാൻ പോവാണ്. എവിടെയാ എവിടെയാ ബുഫേ? ഞാനൊന്നും കണ്ടില്ലല്ലോ. എവിടെയാ ആഹാരം? 5 മിനിറ്റ് തരൂ, ഭക്ഷണം വിളമ്പാൻ ഞാൻ പറയാം. സോറി. പിന്നെ നിങ്ങളുടെ സ്റ്റുപ്പിഡ് സെർവന്റിനെ കുറിച്ച് മര്യാദ പഠിപ്പിച്ച കൊള്ളാം. ഹൗ ഡെയർ ഷി ടോക്ക് ടു മീ ലൈക്ക് ദാറ്റ്? സോറി, ഞാൻ ഭക്ഷണം എടുക്കാൻ പറയാം. പ്രീത നിനക്ക് സോറി മോളെ, ക്ഷമിക്കെന്റെ കുഞ്ഞെ. കിരണിന്റെ സൈഡ് നിന്നതിൽ ഞാൻ നിന്നോട് പറയാൻ വന്ന കാര്യം ഇതായിരുന്നു. ഞാൻ ഷെർലിനെ വേറൊരാളുടെ കൂടെ കണ്ടു. ആ മനുഷ്യൻ ആരെന്നറിഞ്ഞാൽ നീ ഒരിക്കലും വിശ്വസിക്കില്ല. നിനക്ക് ഈടെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. കവിതാ മാഡത്തിനോട് മോശമായിട്ട് സംസാരിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അവരത് ചോദിച്ചു വാങ്ങിയതാ. കുറെ നേരമായി അവള് വലിയ ശീലാവധി ചമഞ്ഞോണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, അവരെ വിളിച്ചത് എന്തിനാ? അത് നീയാണ് എനിക്ക് പറഞ്ഞു തരണ്ടേ, ആരെ വിളിക്കണം ആരെ വിളിക്കണ്ടെന്നൊക്കെ. 4 ആൾക്കാരുടെ മുന്നിൽ വെച്ച് അവളെന്നെ നാണം കെടുത്തിയത്. എനിക്കൊന്നും പറയാൻ പോലും പറ്റിയില്ല. അവര് പറയാ നമുക്കൊരു ഫംഗ്ഷൻ പോലും നടത്താൻ അറിയില്ലെന്ന്, നമ്മുടെ ഒരു ഫംഗ്ഷനും നന്നായി നടക്കാറില്ലെന്ന്. പിന്നെ ഞാൻ എന്റെ വായും പൂട്ടി നിന്നു, ഒന്നും പറയാനും പറ്റിയില്ല. നീ ഒറ്റൊരുത്തി കാരണം നീ നിന്റെ പണി എടുക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നല്ല. ചേച്ചി, അവര് പറഞ്ഞത് കാര്യമായിട്ട് എടുക്കില്ലേ? അവർക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല. ചേച്ചിക്ക് അറിയോ, എന്നെ വന്ന് ഇടിച്ചിട്ടിട്ട് ഒന്നും അറിയാത്ത പോലെ പോയി. എന്ത് ചെയ്യണം എന്ന് ചോദിച്ച് അവരുടെ വായിലിരിക്കുന്നതൊക്കെ ഞാൻ കേൾക്കണോ? അതിഥിയാണ്, അവരോട് മാന്യമായിട്ട് സംസാരിക്കണം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞ എത്ര നേരം എനിക്കൊന്നും കേൾക്കണ്ട. പോയി ഭക്ഷണം എടുത്തു വയ്ക്ക്. പോ. എന്റെ അമ്മേ. അമ്മേ, അല്ല അമ്മ എന്തിനാ? ഞാൻ ഓക്കെയാണ്. നീ വിഷമിക്കണ്ട. ഇന്ന് നിന്റെ ദിവസമല്ലേ, നീ ചിരിക്ക്. പിന്നെ ജാനകിയായിട്ടുള്ള ഈ വഴക്ക് എന്നും ഉള്ളതാണ്, അതൊക്കെ അങ്ങ് ശരിയാവും. പ്ലീസ് അമ്മ വിഷമിക്കല്ലേ. നീ സന്തോഷായിട്ടിരിക്കെ. ഞാൻ നോക്കിയിട്ട് വരാം അവള് ഭക്ഷണം എടുത്ത് വെക്കുന്നുണ്ടോ അതോ ആരുടെയെങ്കിലും നെഞ്ചത്ത് കയറുന്നുണ്ടോന്ന്. ജാനകി ആന്റി പറഞ്ഞത് ഷോലനെ ഏതോ ആളുടെ കൂടെ കണ്ടെന്നല്ലേ?
അതിന്റെ അർത്ഥം ഷർലിന്റെ ബോയ് ഫ്രണ്ട് ഇന്ന് ഈ നിശ്ചയത്തിന്റെ ചടങ്ങിൽ ഉണ്ടെന്നല്ലേ? മണവാട്ടിയാവാൻ പോകുന്ന പെണ്ണോ? കൺഗ്രാറ്റുലേഷൻസ്. ഓ, ഞാൻ നിന്നെ ഓൾറെഡി കൺഗ്രാറ്റുലേറ്റ് ചെയ്താണല്ലോ. എനിവേസ്, നീ എന്താ ആഗ്രഹിക്കുന്നത് ഷർലിൻ? നീ ഇത് എന്ത് അവകാശത്തോടു കൂടിയാണ് ചോദിക്കുന്നത് പ്രീത? ഞാൻ എന്താ ആഗ്രഹിക്കുന്നത്, എന്താണ് ആഗ്രഹിക്കാത്തത്, ഇക്കാര്യങ്ങളിലൊക്കെ നിനക്കെന്താ ഇത്ര ഛേദം? നിനക്ക് തോന്നുന്നില്ല നീ തെറ്റായ ഡയറക്ഷനിലേക്കാണ് പോകുന്നതെന്ന്? ഈ സമയത്ത് നീ നിന്റെ പുതിയ ലൈഫിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. എങ്ങനെ നീ എന്റെ നിഴലായി പിന്തുടരാൻ ശ്രമിച്ചാൽ നിന്റെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. എനിക്ക് തോന്നുന്നത് രണ്ടാം ഭാര്യയാകാമെന്ന നിന്റെ സ്വപ്നത്തിന് ഇപ്പോഴും ജീവനുണ്ടെന്നാ. അതുകൊണ്ടാണ് എന്റെ രോഹിതേട്ടന്റെ ലൈഫിൽ നീ ഇന്റർഫിയർ ചെയ്യുന്നത്. റിയലി? രോഹിത് സാറുമായിട്ടുള്ള വിവാഹം നിന്നെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രാധാന്യമുള്ള കാര്യമാണോ? നിന്റെ എൻഗേജ്മെന്റ് നടന്നു കഴിഞ്ഞു, വിവാഹം നടക്കാൻ പോകുന്നു. പക്ഷെ രോഹിത് സാറുമായിട്ടുള്ള ഈ ബന്ധത്തിന് നീ എന്തെങ്കിലും വാല്യൂ കൽപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നീ തീ കൊണ്ടാണ് കളിക്കുന്നത് ഷാലി. അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം വളരെ വലുതാ. എന്താ നീ പറയുന്നേ? എന്ത് തീ, എന്ത് കളി? ഞാൻ രോഹിതേട്ടനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, സന്തോഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതിലെന്താ തെറ്റ്? നീയും പൃഥ്വിയെ കല്യാണം കഴിക്കാൻ പോകുന്നു. അതോ വേറെ ആരെങ്കിലും ആണോ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നേ? അതായത് രോഹിത്തിനെ എങ്ങാനും? ബിഹേവ് യുവർ സെൽഫ് ഷർലിൻ. നിനക്ക് എങ്ങനെയാ ഇത്ര മോശമായിട്ട് ചിന്തിക്കാൻ കഴിയുന്നേ? ഇവിടെ ഇന്നെന്റെ നിശ്ചയമായിരുന്നു. ഈശ്വരനെയും എനിക്ക് വേണ്ടപ്പെട്ട ആളുകളെയും സാക്ഷിയാക്കി. എന്നെ സംബന്ധിച്ച് എന്റെ ബന്ധം ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ നിന്റെ വൃത്തികെട്ട ചിന്തയിൽ ഈ കാര്യമാണെങ്കിൽ, എന്റെ മനസ്സിൽ ഇപ്പോഴും രോഹിത് സാറാണെന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ നിന്റെ മനസ്സിൽ നിന്ന് ആ കാര്യം കളഞ്ഞേക്കാം. കാരണം എന്താണെന്നറിയോ? ഞാൻ നിന്നെ പോലെയല്ല. നിന്റെ ധൈര്യം സമ്മതിച്ചു തരേണ്ടി വരും. എന്റെ മേൽ ആരോപണം ഉന്നയിക്കാൻ സ്വയം വൃത്തികെട്ടവളാണോ? മഞ്ഞപ്പിത്തം വന്നവരുണ്ടല്ലോ, അവര് കാണുന്നതൊക്കെ മഞ്ഞയായിട്ടായിരിക്കും. നീ ക്യാരക്ടർ ഇല്ലാത്തവളാണ്. അപ്പൊ നീ വിചാരിക്കുകയാണ് എല്ലാ പെണ്ണുങ്ങളും നിന്നെ പോലെയാണെന്ന്. നീ എന്ത് വിചാരിച്ചാൽ എനിക്കൊന്നുമില്ല. ഐ കെയർ എ ഡാം. ഞാൻ അങ്ങനെ വിചാരിക്കില്ല. കാരണം എനിക്കറിയാം നിനക്ക് മറ്റൊരാളുമായി അഫയർ ഉണ്ടെന്ന കാര്യം. നീ നുണ പറയാണ്. നീ എന്നെ രോഹിതേട്ടന്റെ മുന്നിൽ താറടിച്ച് കാണിക്കാൻ നോക്കുക. കാരണം നിനക്ക് അദ്ദേഹത്തിന്റെ മേലൊരു കണ്ണുണ്ടല്ലോ, അതുകൊണ്ട്. ജാനകി ആന്റി നിന്നെ ആ ആളുടെ ഒപ്പം കണ്ടതുമാണ്. ഇനി ആ പേരെങ്ങാനും ജാനകി ആന്റി എന്നോട് പറയട്ടെ, ഈ കുടുംബത്തിലെ എല്ലാ ആൾക്കാരുടെയും മുന്നിൽ വെച്ച് നിന്റെ തനി നിറം ഞാൻ തുറന്നു കാണിച്ചിരിക്കും. എന്റെ അടുത്ത് നിന്റെ ഈ തള്ളു കേൾക്കാൻ സമയമില്ല. നീ എന്ത് വേണേലും വിചാരിച്ചോ. രാധിക ആന്റി എന്നെ വിളിക്കുന്നുണ്ട്. എന്റെ ദൈവമേ, ഞാൻ ഈ കാര്യം എന്തിനാ ഷേർലിനോട് പറഞ്ഞത്? ആദ്യം ജാനകി ആന്റിയോട് ചോദിച്ച എല്ലാ കാര്യവും മനസ്സിലാക്കണമായിരുന്നു ഞാൻ. മണ്ടത്തരമായി പോയി ചെയ്തത്. പൃഥ്വി, പൃഥ്വി, നമ്മൾ എന്ത് ചെയ്യും? ആ പ്രീത എന്നോട് സംസാരിച്ചിരുന്നു. അവൾ എന്നോട് പറയാ, തലയിൽ ഷോളിട്ട് ദിവസം മുഴുവൻ കറങ്ങി നടക്കണ ജാനകി 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 അവളോട് പറഞ്ഞെന്ന് എന്നെ ഒരാളുടെ കൂടെ കണ്ടെന്ന്, ഒരു മനുഷ്യന്റെ കൂടെ കണ്ടെന്ന്. പിന്നെ പിന്നെ ഉടനെ തന്നെ നിന്റെ പേര് അവളോട് പറയുമെന്ന്. നീയാണ് ആ ആളെന്ന്. എന്ത് ചെയ്യും നമ്മള്? നമ്മൾ എന്ത് ചെയ്യും? We have to do something. അല്ലെങ്കിൽ എല്ലാവർക്കും പിടികിട്ടും. റിലാക്സ് ബേബി. നീ ശാന്തയാക. പിന്നെ നീ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ തെളിച്ചു പറയും. നീ ആരുടെ കാര്യ പറയണേ? ആര്? എന്ത്? ഇത്ര ചെറിയ കാര്യം മനസ്സിലാകുന്നില്ല നിനക്ക്? ആ ജാനകി ഉണ്ടല്ലോ, ആ പ്രീതയോട് പറയും എനിക്കൊരാളോട് ബന്ധമുണ്ടെന്ന്. ആള് വേറെ ആരുമില്ല, നീയാണ്. അവള് പ്രീതയോട് പറയും, അവൾ എല്ലാരോടും പറയും. ഓ, അപ്പോ അത് ജാനകിയായിരുന്നു. അപ്പൊ അതിനർത്ഥം ഇതാണ്, നിന്റെ പേടി ശരിയായിരുന്നു. എടാ ചെക്ക, ഭക്ഷണം അവിടെ ആൾക്കാർക്ക് കഴിക്കാനാ. ഭക്ഷണം കൊണ്ടുപോയി വെക്ക അവിടെ. ഇവിടെ തന്നെ വെച്ചോണ്ടിരുന്ന എന്ത് കാര്യം? ഇനിയിപ്പോ ഇവിടെ എന്താ?
എല്ലാം ആയിട്ടുണ്ട്. ഞാൻ പോലെ അവിടെ പോയി ചേച്ചി check ചെയ്ത്. ചേച്ചി ഇനി മധുരം കൂടെ കൊടുക്കാനുണ്ട്. അനിയ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. എന്റെ എല്ലാ പണിയും ഞാനിവിടെ തീർത്തു വെച്ചിട്ടുണ്ട്. അപ്പോ ശരി, ഞാനിപ്പോ വരാം. നോക്കി ചേച്ചി, ഞാൻ പറയുന്ന കേക്ക്. എന്റെ കൂടെ ഇന്ന് പണിക്കാർ കുറവാ. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ എല്ലാ പണിയും തീർത്തതാ. ഇന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ ജോലി ചെയ്യണം. പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നോക്കിയേ, കഴിഞ്ഞ പ്രാവശ്യം പ്രശ്നം ഉണ്ടായതാ. എന്റെ വലിയ ആഗ്രഹമാ എന്റെ അനന്തരവെള്ള നിശ്ചയത്തിന് ഒരു കുഴപ്പം ഉണ്ടാവരുത്. ഈ നിശ്ചയത്തിന് ഞാൻ വലിയ വില കൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ആരും ഇത് കൽപ്പിക്കുന്നില്ല. കാരണം എന്താ? ഞാൻ ഏറ്റവും ആദ്യം പോയി പ്രീതിയുടെ കാര്യം പറയണം. അതെ എവർക്ക് എന്താ പറ്റിയേ? എന്തെങ്കിലും ആലോചിക്ക് പൃഥ്വി, എന്തെങ്കിലും ചെയ്യ്. നീ എനിക്ക് പ്രോമിസ് തന്നതാ, നീ എനിക്ക് എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്ത് തരുമെന്ന്. പക്ഷെ ഇല്ല, നമ്മുടെ കാര്യം എല്ലാരും അറിഞ്ഞ, നമ്മുടെ എല്ലാ പരിശ്രമവും, നമ്മുടെ എല്ലാ പ്രതീക്ഷയും